എല്ലാവർക്കും ദീപാസ് കറിച്ചട്ടിയുടെ വക സന്തോഷവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഓണാശംസകൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പാലടയാണ്. തിരുവോണ ദിനത്തിൽ നല്ല ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു പാലട എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് ആണെന്ന് ഞാൻ കാണിച്ചിരുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ പാലട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ 200 ഗ്രാമിൻ്റെ അട നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി വെള്ളം വാർന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് വേണം. പഞ്ചസാരയുടെ അളവ് ഞാൻ ഇട്ട് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം എത്ര വേണ്ടി വരും. ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്തൊക്കെ വേണ്ടി വരും. അതേപോലെ 200 ഗ്രാമിൻ്റെ ഈ അട പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 3.5 ലിറ്റർ. ഇവിടെ കിട്ടുന്നത് ഫുൾ ക്രീമിൻ്റെ പാലാണ്. ഞാൻ അതാണ് എടുത്തേക്കുന്നത്. അത് നമ്മളുടെ പ്രഷർ കുക്കറിൽ ഒഴിച്ചതിന് ശേഷം വിസിലും വെക്കണം. പക്ഷേ വിസിൽ പുറത്തേക്ക് വരണ്ട. അപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറോളം നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ആവിയൊക്കെ പോയതിന് ശേഷം നോക്കുമ്പോൾ ഇതാ നോക്കിയാൽ നല്ല പിങ്ക് കളറിൽ നമ്മുടെ നല്ല പാൽപ്പായസത്തിൻ്റെ കളറാണ്. ഈ പാലെടുത്തിട്ടാണ് നമ്മൾ പാലട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ്. പിന്നെ പാലടയ്ക്ക് ഞാൻ കാഷ്യൂനട്ടോ ഡ്രൈ ഗ്രേപ്സോ ഒന്നും ഇടുന്നില്ല. അത് പാലട നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കഴിക്കാനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈ നെയ്യ് അങ്ങ് ഉരുകട്ടെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു. വേവ് ഒന്നും കൂടി കാണിച്ചു തരാം. നന്നായി വെന്തിട്ടുണ്ട്. ഇത് തണുത്ത വെള്ളത്തിൽ 3-4 പ്രാവശ്യം കഴുകുമ്പോഴാണ് നമുക്കത് പൊട്ടിപ്പിടിക്കാണ്ട് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ മാറിയിട്ട് കിട്ടാം. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് നേരം ഈ നെയ്യിലിട്ട് ഇളക്കണത് ഈ അടയമയ്ക്ക് നെയ്യിലൊക്കെ മണവും എല്ലാം കയറി അടയിൽ ആ നല്ല ഒരു നെയ്യുടെ രുചി കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണേ. അപ്പോഴാണ് പായസം കുടിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇതെല്ലാവർക്കും തിരുവോണത്തിന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പെട്ടെന്ന് വേഗം ഉണ്ടാക്കി തരും. പാലൊക്കെ വേണമെങ്കിൽ തലേദിവസം നമുക്ക് ഇതേപോലെ കുക്കറിൽ റെഡിയാക്കിയൊക്കെ വയ്ക്കാം. അട വേവിച്ച് വയ്ക്കാം. പിന്നെ തിരുവോണത്തിന് നമുക്ക് വേഗം നല്ല അടിപൊളിയായിട്ട് പാലട ഉണ്ടാക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ആ മണത്തിലേക്ക് കയറാൻ വേണ്ടി ഇതേപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് ആ ഒരു നെയ്മണത്തിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇത്ര അടക്കിയിട്ട് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും വേണ്ടി വരും. എപ്പോഴും നന്നായി ഇളക്കണം. ഇത് കട്ടയൊന്നും പിടിക്കരുത്. പാലൊഴിച്ചാലും പാലിന് കളറേ വന്നിട്ടുള്ളൂ. നമുക്ക് അടയായിട്ട് നന്നായിട്ട് അത് മിക്സായി കിട്ടുമ്പോഴും അടിയിൽ പിടിക്കുക കട്ടയൊന്നും ആവരുത്. അട നമ്മളിട്ട പഞ്ചസാര നന്നായിട്ട് വേഗം മനസ്സിലായി. നെയ്യുണ്ടല്ലോ. ഫ്ലെയിം ഫുള്ളിൽ വെക്കട്ടെ. ഇനി നമ്മളുടെ ആ പിങ്ക് കളറിൽ നമ്മൾ ആക്കി വെച്ചേക്കുന്ന പാല് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ കപ്പ് വെച്ചിട്ട് ഒഴിക്കാണ്, അല്ലെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ പോകുള്ളൂ. ഈ 200 ഗ്രാം അടയ്ക്ക് നമുക്ക് എന്തായാലും ഒരു 3.5 ലിറ്റർ പാല് വേണം. വെള്ളം ചേർക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പാല് തന്നെയാണ് ടേസ്റ്റ്. ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാലിൻ്റെ കളറ് കാണുന്നില്ലേ? ഇപ്പോൾ തന്നെ പാലടയുടെ കളറായി. ഇനി നമുക്ക് ആ ഡൈമിക്ക് ആ ടേസ്റ്റ് ഒന്ന് വരണം, അത്രേ ഉള്ളൂ.
ഇനി ഇത് സാധാരണ നമ്മൾ പാലട ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരുപാട് കട്ടയ്ക്ക് നമ്മൾ ആക്കി നിർത്തേണ്ട ആവശ്യമില്ല, കാരണം പാലടയും ഇരുന്ന് ഇതേപോലെ പോകും. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വേണം നമ്മൾ ആ ഒരു ലൂസാവുമ്പോൾ നമുക്ക് നിർത്താം. എന്തായാലും ഇത് റെഡി ആവട്ടെ. ഈ പാലട ഉണ്ടാക്കുമ്പോൾ നിർത്താണ്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാൻ വേണം. അത് കട്ടൊന്നും പിടിക്കാൻ പാടില്ല. അതേപോലെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് പിരിയുന്ന പറയാം. റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം. അത് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇളക്കാം. നമുക്ക് ഈ കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കതൊരു നല്ലൊരു പരുവത്തിൽ കിട്ടണം. ഇവിടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പാലട, അതേപോലെ സേമിയ പായസം. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള പായസം. അവർക്ക് ശർക്കര പായസമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതിന് ആവശ്യത്തിന് കൊടുക്കുന്ന പരുവത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഏകദേശം വെറ്റി പരിവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ്. നമുക്കിനി 1 കപ്പും കൂടി മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. പാലട പായസത്തിന് ആവശ്യത്തിന് മധുരം വേണം. ഷുഗറൊക്കെ ഉള്ളവർക്ക് ശ്രദ്ധിക്കണം. എന്നാലും പായസം വയ്ക്കുമ്പോൾ അതിൻ്റെതായ മധുരം വേണമല്ലോ അതിൻ്റെ ടേസ്റ്റിന്. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ്സാണ്. ഇതിലുണ്ടാവും. കളർ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അടയും പാലും കൂടിയിട്ട് ഒന്ന് യോജിക്കണ്ടേ. മാക്സിമം ഇതിൽ പാട കെട്ടാണ്ട് നോക്കണം. പാട കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലട പായസത്തിൻ്റെ ഭംഗി പോകും. അതിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ വിളമ്പുമ്പോൾ അങ്ങനെ കഷ്ണങ്ങളായിട്ടൊക്കെ കാണും. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൽ പാട കെട്ടാണ്ടിരിക്കുക. പിന്നെ വേറെ ഗാർണിഷിങ്ങിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇടുന്നവരുണ്ട് കേട്ടോ, ഞാൻ ഇടാറില്ല. ഇനി ഒത്തിരി കൂടി ഒന്ന് കുറുതാവട്ടെ. നമുക്ക് അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒത്തിരി കൂടി ഒന്നായിക്കോട്ടെ. കുറച്ചും കൂടി ഒരു 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതേപോലെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 ഉപ്പ്. ഇനി മധുരം മതിയാവും. ഇപ്പോൾ നമ്മൾ ആകെപ്പാടെ ഒരു 2.5 കപ്പ് എടുത്തിട്ടുണ്ട് പഞ്ചസാര. അപ്പോൾ 200 ഗ്രാം അടക്കി ഒരു 3.5 ലിറ്റർ പാലും ഒരു 2.5 കപ്പോളം പഞ്ചസാര. പിന്നെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾക്ക് മധുരം വേണം. അതേപോലെ ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലെത്താൻ. ഇനിയും ഒന്നുകൂടി കുറുതാവാൻ ബാക്കിയുണ്ട് കേട്ടോ. നമുക്ക് നല്ല പിങ്ക് കളറുള്ള പാലട കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് കുറച്ചൊന്നങ്ങ് കുറുകും. നമുക്കിനി അതിന് ശേഷം അത് കഴിക്കാം. ഓക്കെ, നമ്മുടെ നല്ല പാലട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ മൊബൈലാണ് റെക്കോർഡ് ചെയ്യണതുകൊണ്ട് കളറൊക്കെ കറക്റ്റായിട്ട് കാണുമോ എന്ന് അറിയില്ല. നല്ല പിങ്ക് കളറിലുള്ള സൂപ്പറായിട്ടുള്ള പാലട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.